കൂട്ടുകാരെ, കുഞ്ഞുമോൾ വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യലാണ്. നമ്മൾ ഹെൽത്തി ആയിട്ടുള്ളൊരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത്. എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു വട്ടയപ്പമാണ്, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണതെന്നൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ അതാ ഞാൻ റാഗി വട്ടയപ്പമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ 1 കപ്പ് റാഗി എടുത്തിട്ടുണ്ട്. പൊടിയാണ്, നമ്മൾ പൊടി മേടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതാ അതിലേക്ക് ഞാൻ ഒരു 1/2 കപ്പ് നാളികേരം, 1/4 കപ്പ് ചോറും ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് റാഗി കുതിർത്തിടുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ അതാ 3 ഏലക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇവയെല്ലാം കൂടിയിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മളിതിൽ ശർക്കര വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ശർക്കരയും അതിൻ്റെ ഒരു മധുരം ബാലൻസ് ചെയ്യാൻ ഞാൻ 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇവയെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ശർക്കരപ്പാനി ഞാൻ 1 കപ്പ് 250 ml കപ്പിൽ 1 കപ്പ് ശർക്കരപ്പാനി എടുത്തിട്ടുണ്ട്. അതും കൂടിയും നമ്മൾ ഈ എല്ലാം എടുത്ത് വെച്ചിട്ടുള്ള പൊടികളൊക്കെ എടുത്ത് വെച്ചതിലേക്ക് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാനേ പാടുള്ളൂ. അപ്പോൾ ഞാനൊരു കറക്റ്റ് അളവിലുള്ള ശർക്കരപ്പാനിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. പതുക്കെ നമ്മുടെ കട്ടകളൊക്കെ അലിയണ വിധത്തിൽ നമുക്ക് കുറേശ്ശായിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇങ്ങനെ തന്നെ മിക്സ് ചെയ്യുമ്പോൾ ഈസ്റ്റും എല്ലാ സാധനങ്ങളും ഒരുമിച്ച് ഒന്ന് മിക്സ് ആവും കേട്ടോ. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് ജാറിൽ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ എല്ലാം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പം ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് റാഗി കുതിർത്തിടുകയാണെങ്കിൽ ഒന്ന് ജസ്റ്റ് 1 മണിക്കൂർ മുന്നേ കുതിർത്തിടുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. റാഗി കുതിർക്കുകയാണെങ്കിൽ നല്ല തവിടൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ഹെൽത്തി ആവും. ഇതിപ്പോൾ നമ്മൾ മേടിച്ച പൊടിയാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം നമ്മുടെ മിക്സിയുടെ ജാറിലും കൂടി ഒഴിച്ചിട്ട് ഒന്ന് കലക്കി വയ്ക്കാം. അധികം വെള്ളം വേണ്ട കേട്ടോ. ഒരു ദോശമാവിനേക്കാളും കുറച്ച് കട്ടിയിലുള്ളൊരു മാവാണ് കേട്ടോ. ഇനി വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്നുകൂടി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു അപ്പം തന്നെയാണ് കേട്ടോ ഇത്. പിന്നെ ഞാൻ എന്താ പറയുക, ശർക്കരയ്ക്ക് പകരം നിങ്ങൾക്ക് പഞ്ചസാരയും വേണമെങ്കിൽ ചേർക്കാം, കുഴപ്പമില്ല. ശർക്കര ആകുമ്പോൾ കുറച്ചും കൂടി ഹെൽത്തി ആവുമെന്ന് മാത്രം. ഇനി നമുക്കിത് 1 മണിക്കൂർ ഒന്ന് ജസ്റ്റ് ഒന്ന് മൂടി വയ്ക്കാം കേട്ടോ. ഇത് നല്ലോണം 1 മണിക്കൂർ മൂടി വെച്ചതിന് ശേഷം കണ്ടില്ലേ, എടുത്തിട്ടുണ്ട്. നന്നായി ഫെർമെൻ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നന്നായി പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കണ്ടില്ലേ, നന്നായി തന്നെ പൊന്തി വന്നിട്ടുണ്ട്. ശർക്കരയാണ് കേട്ടോ എനിക്ക് കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്. പഞ്ചസാര വേണ്ടവർക്ക് പഞ്ചസാര ഇടാം കേട്ടോ. അപ്പോൾ നല്ലോണം എല്ലാം അങ്ങനെ മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. കുറച്ച് വേണ്ട കേട്ടോ ഉപ്പ് അധികം വേണ്ട. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വിധത്തിൽ ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഉപ്പിട്ട് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ അവിടെ ഇവിടെ പിടിക്കും. പിന്നെ ഞാൻ നമ്മുടെ കേക്ക് ട്രേയിലാണ് കേട്ടോ ഇത് അപ്പം ഉണ്ടാക്കണത്. അപ്പോൾ കേക്ക് ട്രേ ഒന്ന് ജസ്റ്റ് ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ കിണ്ണത്തിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് വെളിച്ചെണ്ണയൊക്കെ പരത്തി കൊടുത്തിട്ട് നമ്മുടെ ഈ മിക്സ് ഇതിലേക്ക് ഒഴിക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ജസ്റ്റ് നമ്മുടെ പാത്രം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കണ്ടില്ലേ, ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ എയർ ബബിൾസ് വരും കേട്ടോ. അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമ്മളിതിൽ ഇഡ്ഡലി ചെമ്പിലാണ് കേട്ടോ ആവി കയറ്റി കൊടുക്കുന്നത്. അപ്പോൾ ഇഡ്ഡലി ചെമ്പ് നന്നായിട്ടൊന്ന് ആവി വന്നതിന് ശേഷം നമ്മുടെ മിക്സ് നമുക്കതിൽ വെച്ച് കൊടുക്കാം കേട്ടോ. ഒരു 15 മിനിറ്റിനുള്ളിൽ ഇത് നന്നായി വെന്ത് കിട്ടും കേട്ടോ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്ന് നോക്കിയപ്പോൾ ഇതേപോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് നട്ട്സ് ഇതിൻ്റെ മുകളിലൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതോ തികച്ചും ഓപ്ഷനിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ നട്ട്സ് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ഒരുവിധം വേവായിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 10 മിനിറ്റും കൂടി ഒന്ന് വേവിക്കാൻ വേണ്ടോ. അപ്പോൾ പെട്ടെന്ന് വേവും. ഒരു 15 മിനിറ്റിനുള്ളിൽ വേവണം ഒരു പലഹാരമാണ് കേട്ടോ. അപ്പോൾ ഒന്ന് മൂടിയും കൂടിയും വെച്ച് കൊടുക്കാം. ഇനി നമുക്കൊരു ടൂത്ത് പിക്ക് എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്തോന്നൊന്ന് നോക്കാം. അപ്പോൾ ഒട്ടിപ്പിടിക്കണമൊക്കെ ഇല്ല, വെന്തിട്ടുണ്ട്. ഇനി കുറച്ച് നേരം നമുക്കിതൊന്ന് ചൂടാറാൻ വെയിറ്റ് ചെയ്യാം. അടുക്കള മൊത്തം നല്ല മണം കേട്ടോ. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ക്ഷമയില്ലാണ്ടായപ്പോൾ ഞാൻ ഒരു കിണ്ണത്തിൽ കുറച്ച് വെള്ളം വെച്ചു. അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചൂടാറി കിട്ടും കേട്ടോ. അപ്പോൾ ഞാനതൊരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വെള്ളമൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട്
ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ വെള്ളത്തിൽ വെച്ചില്ലെങ്കിൽ നന്നായി ചൂടാറിയിട്ട് നിങ്ങൾ എടുത്താൽ മതി കേട്ടോ. പെട്ടെന്നാവണമെങ്കിൽ വെള്ളത്തിൽ വെക്കുക. അപ്പോൾ അതാ കട്ട് ചെയ്തപ്പോൾ കണ്ട നല്ല സോഫ്റ്റ് പഞ്ഞി പോലത്തെ അപ്പാണ് കേട്ടോ. നമ്മൾ വായിലിട്ടാൽ അലിഞ്ഞു പോവില്ലേ, അതേപോലെ കണ്ടാൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല വട്ടയപ്പമായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതുപോലെ എല്ലാം മുറിച്ചിട്ട് പീസാക്കി ഞങ്ങൾക്ക് കഴിക്കട്ടെ. അപ്പോൾ എല്ലാവരും ഇപ്രാവശ്യം ക്രിസ്മസിന് ഉണ്ടാക്കി നോക്കണേ. ഹെൽത്തിയായിട്ടുള്ളൊരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പി തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ.